കാണാതിരിക്കുന്നു പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് നമ്മൾ ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് തോന്നിയുകൊണ്ടാണ് പലർക്കും അത് ആ വീഡിയോ ഇഷ്ടപ്പെടാനും സാധിച്ചത്. ഓക്കെ, വേറെ ഒന്നുമല്ല, നമുക്കറിയാം ഇപ്പോൾ ഇവിടുത്തെ UK ഇമിഗ്രേഷൻ ബ്രിട്ടൻ വിടുന്ന ബ്രിട്ടീഷുകാർ ഉള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം അതിന്റെ റിപ്പോർട്ട്സ് സഹിതം പലതും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇല്ലീഗൽ മൈഗ്രേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോവാണ്, അസൈലം ആൻഡ് ഇമിഗ്രേഷൻ ബില്ല്. ആ ബില്ലിൽ ഒരുപാട് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ കുറച്ച് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ അതിനകത്തൂടെയുള്ള ഇളവുകൾ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. ആ ചർച്ചയാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്നത്. പക്ഷേ അധികം ആരും അറിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അറിയണം, എന്തുകൊണ്ടാണ് ന്യൂസ് വന്നു എന്നറിയണം. ആ ന്യൂസ് വന്നതിൽ ഇനി അത് നിയമമെങ്ങാനും ആയിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ മറ്റു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. ഇതിനെല്ലാത്തിനെയും ഞാൻ പറഞ്ഞു, ഇപ്പൊ കെമി ബാഡ്നോക്കിനെ കാട്ടി എത്രയോ നല്ലതായിരുന്നു റോബർട്ട് ജെൻറിക്. പുള്ളി ഇന്ത്യക്കാരനെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു വാദം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് റോബർട്ട് ജെൻറിക്കും കെമി ബാഡ്നോക്കും കൂടി നമുക്കറിയാം കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർഷിപ്പ് ഇലക്ഷൻ നിന്നിട്ട് കെമി ബാഡ്നോക്ക് വിജയിച്ച് കയറി വന്നത്. എനിവേ, വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഇൻഫോർമേറ്റീവ് എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഉള്ള പോലെ പറയും. ഓക്കെ, സോ ഗൈസ്, കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടു, ബ്രിട്ടൻ വിടുന്ന ബ്രിട്ടീഷുകാരെന്നുള്ളത്. ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക, മനസ്സിലാവും. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് കെമി ബാഡ്നോക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. പുതിയ കൺസർവേറ്റീവ് പ്ലഡ്ജ് ടു ടൈറ്റേൺ ഇമിഗ്രേഷൻ റൂൾ ഇൻ റിഫോം ഫൈറ്റ് ബാക്ക്. അതായത് റിഫോം ഇപ്പം അറിയാലോ, അങ്ങോട്ട് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലേബർ പാർട്ടിയെ വിശ്വസിപ്പിച്ച് ഇലക്ഷൻ വിജയിപ്പിച്ച് ലേബർ പാർട്ടി ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വന്നപ്പോൾ ബ്രിക്സിനുണ്ടായ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും തകർന്ന് നടിഞ്ഞ് തരിപ്പണമായി എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലേ? അതുകൊണ്ട് റിഫോം ഇപ്പോൾ വലിയ രീതിയിൽ മുന്നേറി. അതായത് ഇപ്പോൾ റിഫോം പാർട്ടിക്ക് പുറകിലാണ് ലേബർ പാർട്ടി നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ റിഫോം പാർട്ടി വലിയ രീതിയിൽ വിജയിക്കും എന്നുള്ളതിന് 100% ഉറപ്പാണ്. അതുമാത്രമല്ല, US ഫണ്ടിങ് ഉണ്ട്. അതായത് നമ്മുടെ എലോൺ മസ്ക് അണ്ണന്റെ ഫണ്ടിങ് ഉണ്ട്. പിന്നെ നമുക്കറിയാം, ട്രംപ് അണ്ണനുമായിട്ട് ഇപ്പോൾ ഉള്ള ലേബർ പാർട്ടി നേതാവ് ക്രിസ്റ്റാമർ ആയിട്ട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളുണ്ട്. കാരണം ട്രംപ് അണ്ണൻ അവിടെ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ ലേബർ പാർട്ടി അവർക്ക് ഓപ്പോസിറ്റ് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് 100ഓളം ആളുകളെ അങ്ങോട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ വാറിന്റെ, അതായത് ഇപ്പോൾ ഇസ്രായേൽ അതുപോലെ നമ്മുടെ എന്താ പറയാ, പലസ്തീൻ വാറിന്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് എതിരെ അഭിപ്രായത്തിലാണ് US ഉള്ളത്. അങ്ങനെ കുറെ കാര്യങ്ങളിൽ അവർ സ്വരച്ചേർച്ചയിൽ അല്ല. പിന്നെ അതിനെല്ലാത്തിനുപരി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ EU ബ്രെക്സിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ബ്രെക്സിറ്റ് റീസെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ്. അത് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ബ്രിട്ടൻ ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറിയത്, അല്ലെ? ആ മാറിയത് വീണ്ടും അങ്ങോട്ട് യോജിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് വന്നപ്പോൾ വലിയ രീതിയിലുള്ള ബ്രിക്സിന്റെ പ്രതികരണം നമുക്കറിയാൻ സാധിച്ചു. റിഫോം പാർട്ടിയെ തഴച്ചു വളരാൻ സാധിച്ചു. അപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി റിഫോം പാർട്ടി ലേബർ പാർട്ടിക്കും പുറകിൽ പോയി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇനി ഒരു അടുത്തൊരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് ഇവിടെ വരുമോ വരില്ല എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ്. ഇനി അവരുടെ സീറ്റുകൾ മൊത്തം കാലിയാകുമോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് കൺസർവേറ്റീവ് പാർട്ടി ഇരിക്കുന്നത്. ലേബർ പാർട്ടിയുടെ തന്നെ 10-40ഓളം സീറ്റുകൾ പോകുമെന്നാണ് ഇപ്പോൾ ഉള്ള പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി ഇപ്പോൾ ചെറിയൊരു റൂട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് റൂട്ട് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസർവേറ്റീവ് പാർട്ടി പറയുന്നത് ഇമിഗ്രേഷൻ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ PR UK കൂടുതലും ആളുകൾ വന്ന് താമസിക്കുന്നതിൽ വർക്ക് ചെയ്യുന്നതിനൊക്കെ നോക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അൾട്ടിമേറ്റ് എയിം ഇവിടുത്തെ PR നേടുക, കുറച്ച് ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് നേടുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? ഒരുപാട് പേര് സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുണ്ട്, PR എടുത്തിട്ടുണ്ട്, PR എടുത്തവർ സിറ്റിസൺഷിപ്പ് എടുക്കാതിരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം അതാണ്, ഇവിടെ വന്ന് 5 വർഷം വർക്ക് ചെയ്തിട്ട്
വെറുതെ ആവില്ല. മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ ഗൾഫ് കൺട്രീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ എത്ര വർഷം വർക്ക് ചെയ്താലും നമുക്ക് PR എന്നുള്ളൊരു സ്റ്റാറ്റസ് ഇല്ല. അപ്പോൾ അവിടെ എപ്പോഴും ഒരു സെക്കൻഡ് കൺട്രി നാഷണൽ, തേർഡ് കൺട്രി നാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് PR കിട്ടും. 5 വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് മറ്റു പണികൾ ചെയ്യാം എന്നുള്ള തയ്യാറെടുപ്പിലേക്കാണ് എല്ലാവരും വന്നത്. അവിടെ ഒരു ഐഡിയാണ്, അവർക്കൊരു ഐഡിയാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. കെമി ബാഡ്നോക്ക് ഇനി PR കിട്ടണമെങ്കിൽ 5 വർഷത്തിന് പകരം 10 വർഷമാക്കണം ഒന്ന്. പിന്നെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെയും 5 വർഷം, അതായത് 15 വർഷത്തേക്ക് ആക്കണം. ഇപ്പോൾ 5 വർഷവും പ്ലസ് 1 ഇയർ കഴിഞ്ഞാൽ 6 ഇയേഴ്സിനകത്ത് നമുക്ക് PR കാര്യങ്ങളെല്ലാം സിറ്റിസൺഷിപ്പ് ഇവിടെ ഒക്കെ കിട്ടും. ഓക്കെ, അത് മാറ്റി തിരുത്തി കുറിച്ച് നേരെ 15 വർഷത്തിലേക്ക് ആക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല കേട്ടോ, UK മറ്റ് ഫണ്ടുകളും ഇല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ അതിന്റെ ഇടയിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി PR ഇല്ല. അത് മാത്രമല്ല, ഇവിടുത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസും ഇല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കും PR ഇല്ല. ഒരു സൈഡ് ഈ 2 കേസുകൾ ഓക്കെ, പബ്ലിക് ഫണ്ട് കൈയിട്ട് വരുന്നവരും പിന്നെ അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ ക്രിമിനൽസിനും PR കൊടുക്കുന്നില്ല, അത് നമുക്ക് യോജിക്കാം. പക്ഷേ ഈ 10 വർഷം 15 വർഷം എന്നുള്ളത് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. പിന്നെന്താ നമ്മളിങ്ങോട്ട് വെറുതെ ഗൾഫ് കൺട്രിയിൽ പോയാൽ പോരെ, അല്ലേ? അവിടെ പോയിട്ട് അത്യാവശ്യം പൈസയുണ്ട്, ഇത്ര ടാക്സ് ഇല്ല, ടാക്സ് ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാം. പല ബെനിഫിറ്റ്സ് അവിടെ ഉണ്ട്. അവിടെയൊക്കെ വിട്ടു വരുന്നതിനും പല കാരണങ്ങൾ, അതിലൊരു കാരണം ഇതൊക്കെ തന്നെയാണ്, അല്ലേ? അപ്പൊ അവിടെ കെമി ബാഡ്നോക്കിന്റെ പുതിയ തന്ത്രം, അതായത് ഇലക്ഷൻ വിജയിക്കണം, ബ്രിറ്റ്സിനെ സന്തോഷിപ്പിക്കണം എന്നുള്ളതിന് നമ്മുടെ കെമി ബാഡ്നോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനത്രയും ബെറ്റർ ആയിരുന്നു റോബർട്ട് ജെൻറിക്. പുള്ളിക്കാരൻ പറഞ്ഞത് ആകെ ഇന്ത്യക്കാരെ, ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ഇന്ത്യക്കാരെ പറഞ്ഞ ഇവിടെ നിന്നാണ്. അപ്പൊ ആ സമയത്ത് ഭയങ്കര വിമർശനം കൊണ്ട് പുള്ളി താഴ്ന്നു, അതായത് കെമി ബാഡ്നോക്കിനെ കാട്ടി ഒരു പൊടിക്ക് താഴ്ന്നു. അപ്പോൾ കെമി ബാഡ്നോക്ക് നേതാവായി അടുത്ത ആഴ്ച ഇനി ഇമിഗ്രേഷൻ ബില്ല് വരാൻ പോവാണ്, അസൈലം ആൻഡ് ഇമിഗ്രേഷൻ ബിൽ. എന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ബ്രിട്ടനെ സന്തോഷിക്കാൻ, പിന്നെ 2 വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊണ്ടുവരാൻ പോകുന്ന അസൈലം ആൻഡ് ഇമിഗ്രേഷൻ ബിൽ, അത് കൺസർവേറ്റീവ് പാർട്ടി 2023 കൊണ്ടുവന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങോട്ട് അസൈലം വരുന്നവർക്ക് പ്രോപ്പറായിട്ട് പെട്ടെന്നൊന്നും അസൈലം കൊടുക്കാതിരിക്കുക, 1. 2 അവർക്ക് ഇവിടെ സിറ്റിസൺഷിപ്പിനോ അങ്ങനെയുള്ള ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അവിടെ ഒരു ഏജ് റെസ്ട്രിക്ഷൻ, ഏജ് ബാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ ഇപ്പോൾ ലേബർ പാർട്ടി അത് ഇല്ലാതാക്കാൻ വേണ്ടി പോവാണ്, അതൊക്കെ എടുത്തു മാറ്റാൻ വേണ്ടി പോവാണ്. ഒരു പൊടിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ലീഗൽ മൈഗ്രൻസ് കടക്ക് പുറത്ത്, ഇല്ലീഗൽ മൈഗ്രൻസ് കടക്കകത്ത് എന്ന് പറഞ്ഞുള്ള നയം. അവര് ഇല്ലീഗൽ മൈഗ്രൻസിനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള മറ്റ് പല പരിപാടികളും നോക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഈ ചെറിയ നിയമമാറ്റങ്ങളിലൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയും, അതായത് ഓൾറെഡി വന്നവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പോലെയും ചെയ്യുന്നുണ്ട്, അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഇടത് വലത് രണ്ടും കൂടി എത്ര നാൾ ഭരിച്ച് നമ്മളിപ്പോൾ എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 10, 15, 30, 40, 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നു പഠിക്കാൻ വരുന്നവർ ഒരു വശത്ത്, ഇവരെയൊക്കെ വിശ്വസിച്ച് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പറായി റൺ ചെയ്ത് ഇവിടെയൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ച് വരുന്നവർ മറുവശത്ത്. അതിൻ്റെ ഇടയിൽ ഇവർക്കാർക്കും കിട്ടാത്ത ഒരു ആനുകൂല്യങ്ങൾ മറുവശത്ത്. ശരിക്കും പറയാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് അസൈലം എടുത്ത് കിട്ടുന്നവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ, ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്? നിങ്ങൾ വരുമ്പോൾ IHS പേയ്മെന്റ് ചെയ്യണം. എന്തിന്? ഇവിടെ NHSന്റെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ, അല്ലേ? അതും ട്രീറ്റ്മെന്റ് കേസൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എടുത്ത് പറയണോ? വേണ്ടല്ലോ. അപ്പോൾ പറയത്തില്ല. അപ്പോൾ കിട്ടും, നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെ കിട്ടും. പക്ഷേ 8-10 മണിക്കൂറുകൾ സാധാ കേസ്. പിന്നെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ മതി, ചില ട്രസ്റ്റുകളുടെ അണ്ടറിൽ ഇല്ലെങ്കിൽ ചില ഏരിയയിലെല്ലാം വർഷങ്ങളായിട്ട് അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. ഇപ്പൊ എന്റെ കേസിൽ ഞാൻ തന്നെ ഇവിടെ കുറച്ച് മെഡിക്കൽ പ്രശ്നം കൊണ്ട് സ്കാനിങ്ങിന് 6 മാസം, പിന്നെ പ്ലസ് അതിന്റെ റിസൾട്ടിനൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്, അതൊന്നും നമ്മൾ വക വെക്കുന്നില്ല. കാരണം ഇവിടുത്തെ ആളുകൾ അങ്ങനെ അത് യൂസ്ഡ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളും അതങ്ങോട്ട് യൂസ്ഡ്, അതിന് കുറ്റം പറയുന്നില്ല, നമ്മളങ്ങോട്ട് യൂസ്ഡ് ആയിട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അസൈലം സീക്കേഴ്സിന് കിട്ടുന്ന ഒരു സംഭവം, അസൈലം നമുക്കില്ല, ഒന്നാമത്തെ കേസ്. അതുകൊണ്ട് നിങ്ങൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണ്ട. മറ്റൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, നമ്മൾ മെഡിക്കൽ വേണമെങ്കിൽ IHS അടയ്ക്കണം, ഓക്കെ, വിസയ്ക്ക് പൈസ കൊടുക്കണം, വിസയ്ക്ക് പൈസ കൊടുക്കണം. അതിൽ നമ്മുടെ എന്താ പറയുക, വിസ ഫീസ്, മറ്റ് ഫീസ്, മറിച്ച് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പൈസ കൊടുക്കും. അതിന് പുറമെ ഏജൻസിനും പൈസ കൊടുക്കും,
പല വീട് കാര്യങ്ങൾ ഇതെല്ലാം അതിന് പൈസ കൊടുക്കും അല്ലേ. നമുക്ക് കുട്ടികൾക്ക് ബെനിഫിറ്റ് കിട്ടുമോ? ഇപ്പോൾ PR ആകുന്നതിന് മുമ്പ് കിട്ടില്ല, PR ആയ ശേഷം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ബെനിഫിറ്റ്സ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇതിൽ അസൈൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി, നിങ്ങൾ കാണുന്നതെല്ലാം ഗൂഗിൾ പറയുന്നതാ, ഞാൻ പറയുന്നതല്ല. ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് UK വെബ്സൈറ്റിൽ കിടക്കുന്ന സാധനം തന്നെയാണ് കേട്ടോ. അതായത് gov.uk കിടക്കുന്ന സാധനം തന്നെയാണ്. ഒന്ന് വീക്ക്ലി അലവൻസ്, ഓക്കെ, വീക്ക്ലി അലവൻസ് ടു കവർ എസെൻഷ്യൽ നീഡ്സ് ലൈക്ക് ഫുഡ്സ്, ക്ലോത്തിങ്സ് ആൻഡ് ടോയ്ലറ്ററീസ്. പിന്നെ എക്സ്ട്രാ മണി ഫോർ മദേഴ്സ് ആൻഡ് യങ് ചിൽഡ്രൻസ്. കുഴപ്പമില്ല, കൊച്ചുങ്ങളല്ലേ, അത് വെച്ച് നമുക്ക് ഇരിക്കാം. പക്ഷെ അത് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. നമുക്ക് കിട്ടണമെങ്കിൽ PR കിട്ടണം. ഓക്കെ. പിന്നെ ആക്സസ് ടു ഹെൽത്ത് കെയർ. ഇവർക്ക് IHS അടയ്ക്കേണ്ടി വരുമോ തോന്നുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ IHS അടയ്ക്കേണ്ടി വരുമോ എന്നുള്ളത്. എന്തായാലും അതും ഇത് നമുക്ക് കിട്ടാറില്ല, നമ്മൾ IHS അടയ്ക്കണം, അതല്ല. പിന്നെ ഫ്രീ സ്റ്റേറ്റ് സ്കൂൾ ഫോർ ചിൽഡ്രൻ. ഓക്കെ, ഇവർക്ക് ഫ്രീ സ്റ്റേറ്റ് സ്കൂൾ ഫോർ ചിൽഡ്രന് ഒരു 5 to 17 വരെ സ്റ്റേറ്റ് സ്കൂൾസ് കിട്ടും. പിന്നെ ഹൗ മച്ച് സപ്പോർട്ട് ഡു യു അസൈലം സീക്കർ സർവീസ്, അത് കുറച്ചൊക്കെ അലവൻസും കാര്യങ്ങളും 48 അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, സംഭവം ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് കിട്ടുന്നില്ല, ഈ സാധനങ്ങൾ നമുക്കില്ല. ഓക്കെ, പക്ഷെ നമ്മളാണ് ഇവിടെ പൈസ കൊണ്ട് ഇടുന്നത്, ഒരുപാട് പൈസ കൊണ്ടുകൾ ഇവിടെ കൊണ്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിനകത്തേക്ക് അല്ലേ. അപ്പോൾ ഈ ബില്ല് കൊണ്ടുവരുന്നത്, അതായത് ഈ അസൈലം ആൻഡ് ഇമിഗ്രേഷൻ ബില്ല്, അതിനെ എതിർത്തിട്ടാണ് ഇപ്പോൾ കെമി ബാറ്റ്നോക്ക് ഈ ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. അതായത് ഇവർക്കിപ്പോൾ സിറ്റിസൺഷിപ്പും കൂടി ചെറിയ ഇളവുകൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട് ആ ബില്ലിനകത്ത്. അപ്പോൾ അതും കൂടി തടസ്സപ്പെടുത്തണം, ഇല്ലെങ്കിൽ അതിന് ഒരു ഓപ്പോസിറ്റ് പ്രപ്പോസൽ, ഒരു ഡിഫെൻസീവ് രീതിയിലൊരു പ്രപ്പോസലാണ് അപ്പുറത്ത് വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിവേ നല്ല കാര്യം. പക്ഷെ അത് കിട്ടുന്ന അടി നമുക്കാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലി വർക്ക് പെർമിറ്റിൽ വരുന്ന ആളുകൾക്ക്, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, വർക്ക് പെർമിറ്റിൽ വരുന്ന ആളുകൾക്ക് 10 വർഷം വർക്ക് ചെയ്താൽ PR കൊടുക്കാം, അത് കഴിഞ്ഞ് വീണ്ടും 5 വർഷം കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അല്ല ബാധിക്കാൻ പോകുന്നത് നമ്മളെയാണ് ബാധിക്കാൻ പോകുന്നത്, നമ്മളെപ്പോലുള്ള ആളുകളെയാണ് ബാധിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്നും ശരിയല്ല, ഇവിടെ സേഫ് അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ വേറെ വഴിയില്ല, വേറെ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഇനി മറ്റൊരു രാജ്യത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധിക്കില്ല. തിരിച്ചു പോയിട്ട് ഒരു പരിപാടി പിടിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാവരും അല്ലേ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കിയും കണ്ടും പോവുക. പിന്നെ എത്രത്തോളം ആളുകൾ വിചാരിക്കുന്നുണ്ട് ഇത് വരും എന്നുള്ളത്, ഇനി ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം, ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രപ്പോസൽ കൊണ്ടുവരിക, ഒന്ന് എതിർ പാർട്ടി ആണ്, പിന്നെ 2 ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റാമർ ഗവൺമെന്റ് അത്രയ്ക്ക് വലിയ കടുത്ത തീരുമാനത്തേക്ക് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവരിപ്പോൾ തന്നെ അസൈലം ആൻഡ് ഇമിഗ്രേഷൻ ബില്ലിൽ ഇളവുകൾ കൊണ്ടുവരുന്നുണ്ട്. അതൊരു വശത്തിൽ നമുക്ക് നല്ല പ്രതീക്ഷയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ്. വേറെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് അതിനകത്തൊരു ബിൽസിൽ ഇളവുകൾ കൊണ്ടുവരുന്നത്. അപ്പം ഇങ്ങനെ എത്രയും വലിയ കടുത്ത തീരുമാനം എടുക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 1. 2, ഇനിയിപ്പോൾ ഇവർ ആക്ച്വലി റിഫോം പാർട്ടിയെ സെക്കൻഡ് ആക്കാനോ ഇല്ലെങ്കിൽ അതിനും മേലെ ഉയരാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷെ റിഫോം പാർട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ എനിക്ക് അറിഞ്ഞൂടാ. ഈ പാർലമെന്റിൽ ഇത് റിഫോം പാർട്ടി സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ അടുത്ത ആഴ്ച കണ്ടറിയാം അതിനകത്തേക്ക്. ഓക്കെ, പക്ഷെ നമുക്ക് എന്തായാലും നമ്മൾ തൃശങ്കൂലാണ്, നല്ല രീതിയിൽ തൃശങ്കൂലാണ്. ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുന്ന സമയത്ത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്, ഇവർ നമ്മളെയാണോ ഉദ്ദേശിക്കുന്നത്, ഇനിയിപ്പോൾ വേറെ ലീഗലായിട്ട് വരുന്നവരെയാണോ ഇനി ഇല്ലീഗലായിട്ട് വരുന്നവരെയാണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാം. എന്തായാലും കിട്ടുന്നതൊക്കെ നമുക്കാണ്, കിട്ടുന്നതെല്ലാം നമുക്ക് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്തിടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷമാക്കുമോ സിറ്റിസൺഷിപ്പിന്, 10 വർഷമാക്കുമോ PR എടുക്കാനായിട്ട്? എൻ്റെ അഭിപ്രായത്തിൽ വരില്ല എന്നാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെന്ന് കമൻറ്റ് ചെയ്തിടുക. പിന്നെ ഇത് വരണമെന്ന് വിചാരിക്കുന്ന ആളുകൾ, ഓൾറെഡി PRും സിറ്റിസൺഷിപ്പും ഉള്ള ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുറേ ആളുകൾ ലീഗലായിട്ട് നല്ല കഴിവുള്ള ആളുകൾ UK എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. എല്ലാവർക്കും ഈ പറഞ്ഞ പരിപാടി കിട്ടണം. ലീഗലായിട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടുള്ളവർക്ക്, കഴിവുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റണം. ഇപ്പോൾ ഇവിടെ നിന്ന് ബ്രിഡ്ജ് തിരിച്ചു പോകുന്നു എന്നുള്ള കണക്കുകളും കഥകളൊക്കെ ഉണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയല്ല നമ്മുടെ എന്നുള്ളതും കൂടി ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.